ജമീല രാജകുമാരി പുറത്തിറങ്ങുന്നില്ല എന്നും ഭക്ഷണം കഴിക്കുന്നില്ല എന്നും അവളുടെ തോഴിമാർ അവളുടെ മാതാപിതാക്കളെ അറിയിച്ചു. പിതാവും മാതാവും അവളുടെ റൂമിൽ വന്നു. അവളെ ഒത്തിരി സമാധാനിപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. പക്ഷേ അവൾ ഒന്നിനും തയ്യാറായില്ല. അവളുടെ സന്തോഷത്തിനു വേണ്ടി രാജാവ് അവൾക്ക് വിലമതിക്കാനാകാത്ത ഒരു രത്നമാല സമ്മാനമായി നൽകി. രാത്രിയായാൽ അതിൻ്റെ പ്രകാശം കൊണ്ട് അവളുടെ മുറി നിറയുമായിരുന്നു. പക്ഷേ രാജകുമാരി അതൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അവൾ പിതാവിനോട് ആവശ്യപ്പെട്ടത് ചെന്നേസർ രാജാവിനെ ഒന്ന് നേരിൽ കാണാൻ എങ്കിലും സാധിക്കണം എന്നായിരുന്നു. ചനേസർ രാജാവ് അത് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് അവളുടെ പിതാവിന് അറിയാമായിരുന്നു. പക്ഷേ ജമീലയുടെ സ്ഥിതി വളരെ മോശമായി വരികയായിരുന്നു. ഇങ്ങനെ പോയാൽ അവൾ മരിച്ചു പോയേക്കുമെന്ന് തോന്നിയ പിതാവ് അവളെ ചനേസറിൻ്റെ അടുത്ത് എത്തിക്കാമെന്ന് വാക്കുകൊടുത്തു. അങ്ങനെ രാജാവും രാജ്ഞിയും ജമീല രാജകുമാരിയും ചനേസറിൻ്റെ രാജ്യത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ആഭരണങ്ങളും മറ്റ് സാധനങ്ങളും ഒരു കൂട്ടം പരിചാരകരുമായി അധികം വൈകാതെ അവർ യാത്രയായി. വളരെ ദിവസങ്ങൾ യാത്ര ചെയ്ത് ഒടുവിൽ അവർ ചനേസറിൻ്റെ രാജ്യത്തെത്തി. രാജകൊട്ടാരത്തിൻ്റെ കുറച്ചകലെയായി അവർ ഒരു വീടെടുത്തു. അവിടെ അവർ എല്ലാം ഒരുക്കിയ ശേഷം ചനേസറിൻ്റെ കൊട്ടാരത്തിൽ എങ്ങനെ കയറിപ്പറ്റാം എന്ന് രാജാവും രാജ്ഞിയും മകളും ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ അതിനുള്ള വഴി കണ്ടെത്തി. രാജ്ഞിയും മകളും കൊട്ടാരത്തിൽ വേലക്കാരികളായി കയറിപ്പറ്റാം എന്ന് അവർ തീരുമാനിച്ചു. രാജാവിനും അത് സമ്മതമായിരുന്നു. പിറ്റേ ദിവസം ജമീലയും അമ്മ റാണിയും സാധാരണ വേഷം ധരിച്ച് ഒരു വലിയ സഞ്ചിയിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളുമായി കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. അവർ കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ എത്തിയപ്പോൾ ചനേസർ രാജാവിൻ്റെ ഭാര്യ റസിയ രാജ്ഞി തോടുകളോടൊത്ത് ഉദ്യാനത്തിൽ ഉല്ലസിക്കുന്നത് കണ്ടു. ജമീലയും അമ്മയും വളരെ ഭവ്യതയോടെ റസിയ രാജ്ഞിയുടെ അടുത്ത് ചെന്നു. അമ്മ റസിയയോട് പറഞ്ഞു, മഹാറാണി, അവിടത്തേക്ക് വന്ദനം. ഞങ്ങൾ വളരെ ദൂരെയുള്ള രാജ്യത്തു നിന്നും വരികയാണ്. അവിടെ ഭയങ്കര ക്ഷാമമാണ്. ഇവളുടെ അച്ഛൻ മരിച്ചുപോയി. അവിടെ ഞങ്ങൾക്ക് ഒരു തൊഴിലില്ല. ഞങ്ങളുടെ കാര്യം മഹാകഷ്ടത്തിലാണ്. ഞങ്ങൾക്ക് അങ്ങയുടെ വേലക്കാരിയായി സേവനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. ദയവായി ഞങ്ങളുടെ അപേക്ഷ നിരസിക്കരുതേ. ജീവിക്കാൻ മറ്റൊരു മാർഗവും ഞങ്ങൾക്കില്ല. അങ്ങും ഞങ്ങളെ കൈയൊഴിഞ്ഞാൽ ഈ രാജ്യത്ത് നാളെ 2 ശവങ്ങൾ കാണുവാൻ കഴിയും. ഇത് കേട്ട റസിയ രാജ്ഞിയുടെ മനസ്സലിഞ്ഞു. അവൾ അവർക്ക് അവിടെ ജോലി നൽകി. അങ്ങനെ ജമീലയും അമ്മയും കൊട്ടാരത്തിൽ കയറിപ്പറ്റി. കൊട്ടാരത്തിലെ ജോലികളെല്ലാം ജമീല വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നു. രാജാവിൻ്റെ മുറിയിലെ കിടക്ക വിരിക്കുന്നത് ജമീല രാജകുമാരിയായിരുന്നു. പക്ഷേ അവിടെ വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ജമീലയ്ക്ക് രാജാവിനെ ഒരു നോക്ക് കാണുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അവൾ നിരാശപ്പെടാതെ കാത്തിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി പതിവ് പോലെ ജമീല രാജാവിൻ്റെയും രാജ്ഞിയുടെയും കിടക്ക ഒരുക്കുകയായിരുന്നു. റസിയ രാജ്ഞി ഇത് നോക്കിക്കൊണ്ട് ആ മുറിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇത്രയും ദിവസങ്ങളായിട്ടും ചനേസറിനെ ഒന്ന് കാണാൻ പോലും തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ജമീല അറിയാതെ കരഞ്ഞുപോയി. അവളുടെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് കണ്ട റസിയ ആശ്ചര്യത്തോടെ ചോദിച്ചു, ജമീല, നീ എന്തിനാ കരയുന്നത്? ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ? അപ്പോൾ ജമീല പറഞ്ഞു, ഇല്ല രാജ്ഞി, വിളക്ക് തുടച്ചപ്പോൾ കയ്യിൽ എണ്ണ പറ്റി. അതറിയാതെ എന്റെ കണ്ണിലായിപ്പോയി, അതാ. അപ്പോൾ റസിയ രാജ്ഞി ഇങ്ങനെ ചിന്തിച്ചു, അതിന് വിളക്കിൻ്റെ ജോലിയൊന്നും ഇവൾക്കില്ലല്ലോ. അത് മനസ്സിലാക്കിയ ജമീല പെട്ടെന്ന് പറഞ്ഞു, റാണി, എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ എനിക്ക് വിളക്ക് കത്തിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല. എൻ്റെ ഒരു ആഭരണം കൊണ്ട് തന്നെ മുറി മുഴുവനും പ്രകാശിക്കും. അവൾ തമാശ പറയുകയാണെന്ന് കരുതി റസിയ പുച്ഛത്തോടെ ചിരിച്ചു. പക്ഷേ ജമീല പറഞ്ഞു, അങ്ങേക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം. ഇത് പറഞ്ഞ ശേഷം അവൾ അവളുടെ റൂമിൽ പോയി പിതാവ് അവൾക്ക് സമ്മാനിച്ച വിലമതിക്കാനാകാത്ത ആ ആഭരണം റസിയയെ കാണിച്ചു. അതിൻ്റെ പ്രകാശം റൂമിൽ മുഴുവനും വ്യാപിച്ചു. റസിയയുടെ കണ്ണഞ്ചിപ്പോയി. അവൾ അതിശയിച്ചു. മഹാറാണിയായ തനിക്ക് പോലുമില്ലല്ലോ ഇത്തരം ഒരു ആഭരണം. രാജ്ഞി ജമീലയോട് പറഞ്ഞു, ജമീല, ഇതെനിക്ക് വേണം. എനിക്കിത് തരാമോ? അപ്പോൾ ജമീല പറഞ്ഞു, ക്ഷമിക്കണം മഹാറാണി, ഇത് തരാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ റസിയ പറഞ്ഞു, ജമീല, നിനക്ക് എത്ര വില വേണമെങ്കിലും ഇതിന് ഞാൻ നൽകാം. ഇതെനിക്ക് കിട്ടിയേ പറ്റൂ. ഇതിട്ടാൽ ഞാൻ കൂടുതൽ സുന്ദരിയാകും. പക്ഷേ ജമീല പറഞ്ഞു, റാണി ക്ഷമിക്കണം, ഇത് വിലമതിക്കാനാകാത്തതാണ്. പക്ഷേ റസിയ തീർത്തും പറഞ്ഞു, നീ എന്താവശ്യപ്പെട്ടാലും അത് ഞാൻ നിനക്ക് നൽകും. എനിക്കിത് കിട്ടിയേ മതിയാകൂ. ഇത് കേട്ടപ്പോൾ ജമീല റസിയെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ചോദിച്ചു,
ഞാൻ എന്താവശ്യപ്പെട്ടാലും അങ്ങേക്ക് നൽകുമോ? റസിയ എന്തിനും തയ്യാറായിരുന്നു. കാരണം അവൾ ആ മാല അത്രയേറെ ആഗ്രഹിച്ചു പോയി. രാജ്ഞി പറഞ്ഞു, നിന്റെ എന്താവശ്യവും ഞാൻ നടത്തിത്തരാം. എനിക്ക് മാല കിട്ടിയാൽ മതി. എന്താവശ്യം ഉണ്ടെങ്കിലും നീ എന്നോട് പറഞ്ഞോളൂ, ഞാനത് നടത്തിത്തരാം. റസിയയുടെ ശ്രദ്ധ മുഴുവനും ആ ആഭരണത്തിലായിരുന്നു. റസിയയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ജമീല പറഞ്ഞു, മറ്റൊന്നും വേണ്ട. എനിക്ക് ചനേസർ രാജാവിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. അതും ഇന്ന് ഈ രാത്രി ഈ റൂമിൽ വെച്ച് എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം. വളരെ കുറച്ച് സമയത്തേക്ക് മതി. പക്ഷേ ഒരു കണ്ടീഷൻ, റാണി ആ സമയത്ത് റൂമിലുണ്ടാകാൻ പാടില്ല. ഇത് കേട്ടിട്ടും റസിയയ്ക്ക് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. അവൾ ഇങ്ങനെയാണ് ഓർത്തത്, ഓ, എത്ര വലിയ രാജകുമാരിമാരുടെ വിവാഹാലോചന നിരസിക്കുന്ന രാജാവ് ഈ വേലക്കാരി ഒന്ന് കാണുന്നതിനിപ്പോ എന്താ? ഇവളുടെ രാജ്യത്തെ ക്ഷാമത്തെക്കുറിച്ച് സംസാരിക്കാനും എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കാനും ആയിരിക്കാം ഇവൾ രാജാവിനെ കാണുന്നത്. അവൾ ജമീലയോട് പറഞ്ഞു, ശരി, നീ രാജാവിനെ കണ്ടോളൂ, സംസാരിച്ചോളൂ. രാജാവ് കുറച്ചു സമയത്തിനകം റൂമിൽ വരും. നീ ആ മാല ഇങ്ങ് തന്നോളൂ, ഞാൻ മറ്റൊരു റൂമിലേക്ക് പോയിക്കൊള്ളാം. ഇത് കേട്ടതും ജമീല ആ മാല റസിയ രാജ്ഞിക്ക് കൊടുത്തു. രാജ്ഞി അത് വാങ്ങി വളരെ സന്തോഷത്തോടെ മുറി വിട്ടു പോയി.